സ്നേഹപ്പെട്ട എല്ലാവർക്കും വേറിട്ട കാഴ്ചകളിലേക്ക് സ്വാഗതം. രവീന്ദ്രനാഥ ടാഗോർ വിശ്വത്തെ മുഴുവൻ ഭാരതത്തിലേക്കും ഭാരതത്തെ വിശ്വവിഹായസിലേക്കും വിലയിപ്പിക്കാൻ വിഭാവനം ചെയ്തു വളർത്തിയ വിശ്വഭാരതി വിശ്വവിദ്യാലയത്തിൻ്റെ വിദ്യാഭ്യാസ വീക്ഷണത്തിൻ്റെ ഏറ്റവും പ്രമുഖമായ ഉദ്ദേശ്യം മനുഷ്യൻ്റെ സമഗ്രമായ വികാസം തന്നെയായിരുന്നു. ലോകത്തെയാകെ അതിൻ്റെ എല്ലാ വൈവിധ്യങ്ങളോടെയും സൗന്ദര്യത്തോടെയും ഒരേ നീടത്തിലേക്ക് ആവാഹിക്കുന്ന എത്ര വിശ്വം ഭവത്യേക നീഢം എന്ന വൈദിക ചിന്തയാണ് ആ സർവകലാശാലയുടെ പ്രമാണ വാക്യം. മാനവകുലത്തിൻ്റെ ഭൗതികവും ദൈക്ഷണികവുമായ പുരോഗതിയോടൊപ്പം ഒരുപക്ഷെ അതിനേക്കാൾ ഉപരിയായി മാനസികവും കലാപരവുമായ സാധ്യതകൾ കണ്ടെത്തി പൂർണ്ണതയിലേക്ക് വികസിപ്പിക്കാനായിരുന്നു ഋഷിതുല്യനായ ആ മഹാകവി ശ്രമിച്ചത്. സംഗീതവും സാഹിത്യവും ചിത്രകലയും നൃത്തവും നാടകവും കാലദേശ വ്യത്യാസങ്ങൾ ഉൾക്കൊണ്ട് തന്നെ അവിടെ പരിപോഷിക്കപ്പെട്ടു. ഈ മഹാസ്ഥാപനത്തെ തൻ്റെ അധ്യാപന ജീവിതം കൊണ്ട് കഴിഞ്ഞ 38 വർഷമായി സേവിച്ചു കൊണ്ടിരിക്കുന്ന കലാമണ്ഡലം ശങ്കരനാരായണൻ എന്ന ശങ്കരേട്ടനാണ് വേറിട്ട കാഴ്ചകളുടെ ഈ ലക്കത്തിൽ നമ്മുടെ അതിഥി. റിട്ടയർ ചെയ്തപ്പോഴാണ് എൻ്റെ ജോലി കൂടുതലായത് എന്നുള്ള മട്ടാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 1970 ഞാനിവിടെ ആദ്യമായിട്ട് കൽക്കത്തയിൽ വരുന്നത്. പിന്നെ ഇവിടെ ഒരു 5-6 വർഷം ജോലി ചെയ്തതിന് ശേഷം പിന്നെ പല ഇതൊക്കെയായിട്ട് ജോലി ചെയ്തു. അങ്ങനെയായിട്ട് പിന്നെ കലാമണ്ഡലം എൻ്റെ അനിയത്തിയും പിന്നെ ബ്രദറിലൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ട് ഒപ്പം തന്നെ ഞാൻ പുറത്തും ജോലി ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഇവിടുത്തെ ഭാഷയും ഇതൊക്കെ പഠിക്കലും അങ്ങനെയൊക്കെ ആയി ഇവിടുത്തെ ഈ നാട്ടുകാരായിട്ട് എനിക്കൊരു എന്താ പറയുക ഒരു നല്ല സൗഹൃദം വന്നു. പിന്നീട് ഞാനൊന്ന് നാട്ടിൽ പോയി അവിടെ സെറ്റിൽ ചെയ്യാൻ നോക്കുമ്പോൾ അവിടെയും നല്ല പരിപാടിയും കാര്യങ്ങളുടെ തിരക്കായിരുന്നു. അപ്പോഴാണ് എന്നെ ശാന്തിനിക്ക് വിളിച്ചത്. എന്നെ അതൊരു മഹാഭാഗ്യമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ മഹാകവി വള്ളത്തോട് പറഞ്ഞിട്ടാണ് ഞാൻ കഥകളി പഠിക്കാൻ തുടങ്ങിയത്. 55 മുതൽക്ക് അവിടെ കഥകളി പഠിക്കാൻ. അത് കഴിഞ്ഞ് വീണ്ടും വിശ്വമഹാകവിയുടെ ഒരു സ്ഥലത്ത് ജോലി കിട്ടുക എന്ന് പറഞ്ഞപ്പോൾ അതിലേറെ വലിയ സന്തോഷം തോന്നി. അത് അങ്ങനെ ഇവിടെ വന്നു. ഒരു വലിയ സ്ഥാപനം, മഹത്തായ സ്ഥാപനം. അതും അവിടെ ഞാൻ വരുമ്പോൾ മുഹൂർത്തി എന്ന പേരായുള്ള കണികാ ബന്ദോപാധ്യായുണ്ടായിരുന്നു. അവരാണ് എന്നെ കൊണ്ടുവന്നത്. അപ്പോൾ അദ്ദേഹം രവീന്ദ്ര സംഗീതത്തിൻ്റെ വലിയ ഗായികയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ തനിക്ക് കഥകളി അല്ലാതെ കൊണ്ട് മറ്റ് പല വിദ്യകളും അറിയാലോ, പിന്നെ ഇപ്പോൾ ഭരതനാട്യമോ മോഹിനിയാട്ടമോ ആചാര്യമോ, അത് കാരണം കൊണ്ട് ഇവിടുത്തെ കുട്ടികളൊക്കെ അതൊക്കെ പഠിപ്പിക്കുക. അങ്ങനെയാണ് അങ്ങനെ തുടങ്ങുന്നത്. ഏറനാട്ടിലെ അന്നത്തെ പ്രസിദ്ധമായ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഗുരു ശങ്കരനാരായണന്റെ പിതാവ് സഖാവ് കൃഷ്ണൻ നായർ. 4th ഫോം അഥവാ എലിമെൻ്ററി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന ESSLC പരീക്ഷ പാസ്സായി 5th ഫോറത്തിൽ ചേർന്നെങ്കിലും ശങ്കരനാരായണനെ 6th ഫോമിലേക്ക് കടക്കാൻ ജീവിത സാഹചര്യങ്ങൾ അനുവദിച്ചില്ല. അങ്ങനെയാണ് മഹാകവി വള്ളത്തോളിൻ്റെ ബന്ധുക്കളുടെ സഹായത്തോടെ ഇന്നത്തെ വിശ്വഭാരതി പ്രൊഫസർ 1955 കഥകളി അഭ്യസിക്കാൻ കേരള കലാമണ്ഡലത്തിൽ ചേർന്നത്. കലാമണ്ഡലം പത്മനാഭൻ നായർ, കീഴ്പ്പടം കുമാരൻ നായർ, രാമൻകുട്ടി നായർ, വാഴയങ്കട കുഞ്ചു നായർ എന്നിങ്ങനെയുള്ള അധികായന്മാരുടെ കർശന ശിക്ഷണത്തിലായിരുന്നു ആദ്യത്തെ 6 വർഷത്തെ അഭ്യസനം. കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ വളരെയധികം ശോചനീയമാണ്. എന്നുവെച്ചാൽ അച്ഛൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഞങ്ങളെ പാർട്ടി ഓഫീസിൽ താമസിപ്പിച്ചുകൊണ്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അമ്മയായിട്ട് അച്ഛൻ കുറച്ചു കാലം പിന്നെ വേർപെട്ട് നിന്നിരുന്ന സമയമുണ്ടായിരുന്നു. ഫുൾ ടൈം പാർട്ടി വർക്കായിട്ട് ചെയ്യണമെന്ന് വന്നപ്പോൾ വരുമ്പോൾ ഞങ്ങളെ ഒരു ബാധയാണല്ലോ, ഞാനും എൻ്റെ അനിയത്തിയും. ആ സമയത്ത് അച്ഛൻ പറഞ്ഞു, ഞങ്ങളെ കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് പിഴിഞ്ഞതിന് അങ്ങനെ പറ്റില്ല, ഫുൾ ടൈം ആവാൻ വയ്യ. പാർട്ടി പറഞ്ഞു ഞങ്ങൾ അതിനൊരു മാർഗം കാണാം. അപ്പോൾ ഈ വള്ളത്തോൾ ഫാമിലിയായിട്ട് താമസിക്കുന്ന ഒരു ഉണ്ട്, അവർ പറഞ്ഞു ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. മലപ്പുറത്തടുത്ത് വറ്റലൂർ എന്ന് പറഞ്ഞ സമയം അതാണ്. അത് വള്ളത്തോളിൻ്റെ അവരെ ഫാമിലിയിലുള്ളവരാണ് അവരെ കല്യാണം കഴിച്ചത്. കുളപ്പുറത്ത് കേശവൻ നായർ എന്ന് പറഞ്ഞത്. അപ്പോൾ അവരവിടെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ സ്കൂൾ പഠിക്കുമ്പോൾ സമയത്താണ് അപ്പോൾ ഞാൻ ഈ ESSLC പാസ്സായത്. അപ്പോൾ എൻ്റെ അനിയത്തി ആദ്യം കലാമണ്ഡലത്തിൽ ചേർന്നു. അപ്പോൾ എന്നോടും ചോദിച്ചു, നീ കഥകളി പഠിക്കണമെന്ന് വെച്ചു മഹാകവി വള്ളത്തോട് ചോദിച്ചു. അപ്പോൾ അന്ന് ഞാൻ
അത്ര കണ്ട് കാണിച്ചില്ല. ഞാൻ പിന്നീട് ഹൈസ്കൂൾ മഞ്ചേരി ഹൈസ്കൂളിൽ പഠിക്കാൻ വേണ്ടി വന്നു. അപ്പോൾ അവിടെ ഒരു കൊല്ലം കഴിഞ്ഞു. അപ്പോൾ ഫീസ് കൊടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ വിചാരിച്ചാൽ കഥകളി പഠിക്കാൻ ചോദിച്ചാണല്ലോ. എനിക്കിപ്പോൾ ആർട്ടിനോട് ഇഷ്ടമാണ്. യാദൃശ്യമായിട്ട് ഞാൻ മഹാകവി വള്ളത്തോട് പോയി പറയുന്നു, ഞാനിങ്ങനെ എനിക്കിഷ്ടമാണ് കഥകളി പഠിക്കാമെന്ന്. അവിടെ ചേർന്ന് കഴിഞ്ഞാൽ ഗുരുനാഥൻ പറയുന്നതിന് അങ്ങേപ്പുറത്തൊന്നും പോകാൻ പറ്റില്ല. 3 മണിക്കെന്ന് പറഞ്ഞാൽ 2:45 തന്നെ എഴുന്നേൽപ്പിക്കും. രാവിലെ കണ്ണിൽ പിന്നെ നെയ്യ് എഴുതിയിട്ട് കണ്ണ് സാധകം, അത് കഴിഞ്ഞാൽ കുഴിച്ചിൽ, അങ്ങനെ കണ്ടിന്യൂ ഒരു 10 മണിക്കൂർ നേരമാണ് പിന്നെ രാവിലെ 3 മണി മുതൽ തുടങ്ങിയിട്ട് വൈകിട്ട് ഒരു 5:30-6 മണി വരെ അങ്ങനത്തെ ഒരു പരിശീലനം. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനും അത് കഴിഞ്ഞാൽ പിന്നെ ആദ്യം സാഹിത്യ പഠനമുണ്ട് എൻ്റെ കൂട്ടത്തിലേ. അങ്ങനെയുള്ള ഒരു 6 കൊല്ലത്തെ ജീവിതമാണ് കഥകളി. അവിടെ തൻ്റെ ശിഷ്യരെ കുറിച്ചിട്ട് നല്ല ആത്മബോധമുള്ള ആശാന്മാരായിരുന്നു അവർ. അവരെങ്ങനെയുള്ളവരാണ്, അവരുടെ സ്വഭാവം എന്താണ്, അതെല്ലാം നല്ല വിവരത്തോട് കൂടി, നല്ല വിവരം അതുപോലെ തന്നെ പഠിപ്പിക്കുക. നല്ല ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനാണ്, അത് വേണം താനും. അതില്ലാതെ ഡിസിപ്ലിൻ ഇല്ലാതെ ഒന്നും ശരിയല്ല. ഇപ്പം നമ്മൾ ഒന്നും ഒരു ശിഷ്യന്മാരെ ഒന്നും ചീത്ത പറയാൻ പാടില്ല, അടിക്കാൻ പാടില്ല, അതൊന്നല്ല അതിൻ്റെ കാര്യം. ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് വളരെ ആവശ്യമാണ്. ഞാൻ കലാമണ്ഡലത്തിൽ ചേർന്നത് 1955-ലാണ്, 1955-ലാണ് ജൂൺ മാസത്തിൽ. അന്ന് അദ്ദേഹം എൻ്റെ ആദ്യത്തെ ഗുരുനാഥൻ, എണ്ണയും കച്ചിൽ തന്ന ഗുരുനാഥൻ കീഴ്പ്പെടുത്തൽ കുമാരൻ നായർ, KR കുമാരൻ നായർ എന്ന് പറഞ്ഞ പ്രസിദ്ധനായ ഒരു അദ്ദേഹം പട്ടികാന്തൊടി രാവണ്യമേനാശാൻ്റെ പ്രധാന ശിഷ്യന്മാരിൽ പ്രധാനന്മാരിൽ ഒരാളാണ് അദ്ദേഹം. താളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താളത്തിൻ്റെ 100ക്ക് 101 മനുഷ്യനായിരുന്നു അദ്ദേഹം, ആശാൻ. അങ്ങനെ ബഹുമുഖ വ്യക്തിത്വമുള്ള ഒരു ഗുരുനാഥനാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത്. പിന്നീട് പട്ടികാന്തൊടി രാവണ്യമേനാശാൻ്റെ മകൻ സാക്ഷാൽ പത്മനാഭൻ നായരാശാൻ, കലാമണ്ഡലം പത്മനാഭൻ നായരാശാൻ അദ്ദേഹം. അന്ന് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കീഴിലും പഠിച്ചു. പിന്നെ വന്നത് കലാമണ്ഡലം രാമൻകുട്ടി നായരാശാനാണ്. സാക്ഷാൽ പത്മവിഭൂഷൺ വരെ കിട്ടിയിട്ടുള്ള കാളിദാസ് അവാർഡ് വിന്നറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് പിന്നീട് പഠിച്ചത്. അതും കഴിഞ്ഞിട്ട് പിന്നീട് വന്നത് കുഞ്ചു നായരാശാനാണ്, വാഴയങ്കട കുഞ്ചു നായർ. അദ്ദേഹത്തിൻ്റെ കീഴിലും പഠിച്ചു. എല്ലാ ആശാന്മാരും അന്ന് വളരെ വ്യക്തിത്വമുള്ള ആശാന്മാരായിരുന്നു. എൻ്റെ അരങ്ങേറ്റം ഒരു വർഷത്തിന് ശേഷമാണ് അരങ്ങേറ്റം ഉണ്ടായത്. അത് കലാമണ്ഡലത്തിൽ വെച്ചിട്ട് തന്നെയാണ് ഉണ്ടായത്. അതിൽ ഞാൻ പുറപ്പാടാണ് അരങ്ങേറ്റത്തിന് എന്നെ ഇതാക്കിയത്. അതിന് മുമ്പ് പലതും ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് പുറപ്പാടാണ് ചെയ്തത്. പുറപ്പാട് ചെയ്തുകൊണ്ടാണ് എൻ്റെ അരങ്ങേറ്റം. കലാമണ്ഡലത്തിൽ നിന്ന് ശങ്കരനാരായണൻ കോട്ടയ്ക്കൽ PSV നാട്യസംഘത്തിലേക്കാണ് ആദ്യം പോയത്. 1961 മുതൽ ഏതാണ്ട് 4 കൊല്ലത്തോളം അവിടെ വിദ്യാർത്ഥിയും വേഷക്കാരനായും കഴിഞ്ഞു. കേരളത്തിനകത്തും പുറത്തും കളിയരങ്ങുകളിൽ തെളിഞ്ഞു നിന്നു. കഥകളിയിലെ എല്ലാ വേഷങ്ങളിലും പ്രാവീണ്യമുണ്ടെങ്കിലും കർമ്മീരപഥത്തിലെ ലളിതയെപ്പോലുള്ള സ്ത്രീവേഷങ്ങൾക്കാണ് ഏറെ പ്രസിദ്ധി ലഭിച്ചത്. കഥകളി എന്ന ഒരൊറ്റ കലാരൂപത്തിൽ ഒതുങ്ങിക്കൂടാൻ കഴിയാത്ത വിധം ചടുലവും പ്രവൃത്യുന്മുഖവുമായിരുന്നു ശങ്കരനാരായണന്റെ ജീവിതശൈലി. തൃപ്പൂണിത്തുറ മാധവമേനോൻ, ഷാഡോ ഗോപിനാഥ് മുതലായവരോടൊപ്പം സംഗീത നൃത്ത നാടകങ്ങളിലും ഈ ബഹുമുഖ പ്രതിഭ വേഷമിട്ടിട്ടുണ്ട്. ഒരു റിപ്പബ്ലിക് ദിന പരേഡിൽ ഏറനാടൻ ചെറുമർക്കളി പോലും അവതരിപ്പിക്കുകയുണ്ടായി ശങ്കരേട്ടൻ. എൻ്റെ അനിയത്തി അന്ന് കലാമണ്ഡലത്തിൽ പഠിച്ചിരുന്നു. അപ്പോൾ അവൾ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യും. വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ ഭരതനാട്യം മോഹിനിയാട്ടമൊക്കെ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ അത് ഞാൻ ഇന്നിങ്ങനെ കാണും. അപ്പോൾ എനിക്ക് അതിനോടും താല്പര്യം. അപ്പോൾ ഈ ഭരതനാട്യത്തിൽ ഈ നെട്ടുവാങ്കം പറയുന്ന ഈ കൊന്നക്കോലൊക്കെ പറയുന്ന പോലെ നെട്ടുവാങ്കം പറയുന്ന ആ വലിയ ഗംഭീരം, അത് എനിക്ക് വളരെ രസമായിട്ട് തോന്നിയിരുന്നു. അപ്പോൾ ഇതൊന്നും നമുക്കും അഭ്യസിച്ചാലോ എന്ന് അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ അതപ്പോൾ ഞാനും കുറേശ്ശൊക്കെ പിന്നെ അവളൊപ്പം നിന്ന് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ അതിനോട് എനിക്ക് എല്ലാ കലയോടും ഞാൻ നമ്മുടെ നാട്ടിൽ പൂതത്തിൻ്റെ ഒപ്പം ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ പൂതത്തിൻ്റെ ഒപ്പം കൊട്ടിയിട്ട് അവരെ കൂടെ അവർ ചെയ്യുന്ന പോലെ ചെയ്തിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ. എനിക്ക് നാടൻ കലകളോട് എനിക്ക് അത്രയധികം ബഹുമാനമുണ്ട്.
ഞാനിപ്പോൾ വിശ്വഭാരതിയിൽ വന്ന ഒരു ലെക്ചറായിട്ടാണ്. ഒരു 8 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രൊമോഷൻ കിട്ടി, റീഡറായി. ഇപ്പോൾ ഇന്നിപ്പോൾ അസോസിയേറ്റ് പ്രൊഫസർ എന്നതിന് പറയാം. ലെക്ചർ എന്നുള്ള അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്, പിന്നെ അസോസിയേറ്റ് പ്രൊഫസറാണ്, പിന്നെ പ്രൊഫസറാണ്. അപ്പം എൻ്റെ ഒരു 16 കൊല്ലം കൊണ്ട് ഞാൻ പ്രൊഫസറായി. കേരളത്തിന് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പ്രൊഫസറായിരുന്നില്ല, എനിക്ക് ആവാൻ പറ്റുമായിരുന്നില്ല. പിന്നെ ഞാൻ ഒരിക്കലും തനി കഥകളിക്കാരനായിട്ട് ജീവിക്കണമെന്ന് ഒട്ടും വിചാരിക്കാത്തൊരു മനുഷ്യനാണ്. ഇവിടെ ഞാൻ എനിക്ക് പുതുതായിട്ട് കമ്പോസ് ചെയ്യാനും പുതിയ ആവിഷ്കാരങ്ങളോടൊക്കെ ഇഷ്ടമുള്ളൊരു ആളായിരുന്നു. അപ്പോൾ അതിന് പറ്റിയൊരു സ്ഥലമാണ് ഈ വിശ്വഭാരതി. അപ്പോൾ സ്വന്തമായിട്ട് ടാഗോറിൻ്റെ പാട്ടുകളൊക്കെ ഡാൻസ് കമ്പോസ് ചെയ്യാം. അത് വിഭിന്ന ഞാൻ പഠിച്ചുള്ള പല പ്രയോഗങ്ങളും അതിൽ കൂടി നടത്താം. അപ്പോൾ ആ ഒരു സൗകര്യം എനിക്കിവിടെ കിട്ടും. അപ്പോൾ ഞാൻ ഒരിക്കലും തനി കഥകളിക്കാരനായിട്ട് കേരളത്തിൽ ജീവിക്കണമെന്ന് ഒരിക്കലും മോഹിച്ചിട്ടില്ല. കഥകളിയിലെ എല്ലാ വേഷങ്ങളും കെട്ടാൻ സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും കൂടിയിട്ട് തനി കഥകളിക്കാരനാവണമെന്ന് ഞാൻ ഒട്ടും മോഹിക്കാത്ത ഒരാളാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഞാൻ വളരെയധികം തൃപ്തനാണ് എൻ്റെ ഈ വിശ്വഭാരതിയിലെ ജോലി. ഞാൻ വിശ്വഭാരതിയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ കലാമണ്ഡലം ഗോവിന്ദൻകുട്ടി, അദ്ദേഹം ഇവിടുത്തെ മലയാളി സമാജക്കാർ അദ്ദേഹം അവരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് ഇവിടെ വന്ന് രവീന്ദ്രഭാരതിയിൽ ചേർന്നു. അദ്ദേഹം ഒരുപാട് ടാഗോർ ഡാൻസ് ഡ്രാമകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് പഠിച്ചുള്ള പ്രയോഗങ്ങളൊക്കെ കഥകളിയിൽ നിന്ന് മാത്രം എടുത്തുകൊണ്ട് ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം എനിക്കൊരു വലിയ സൗകര്യമായിരുന്നു ഞാനിവിടെ വരുമ്പോൾ. അപ്പോൾ അത് കാരണം ഇവിടെ ഒരു നല്ല കാര്യമായിരുന്നു അത്. അദ്ദേഹത്തിന് ഇവിടെ എല്ലാവർക്കും, എല്ലാ മലയാളികൾക്കും ബംഗാളികൾക്കും അദ്ദേഹം ഒരു വലിയ പൂജ്യനായിരുന്നു. എപ്പോഴും ചിരിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ ഒരു പ്രകടനക്കാരനായിരുന്നു. ആരും ഉപദ്രവിക്കാത്ത ഒരാൾ. ശങ്കരേട്ടൻ ഇപ്പോഴും ശാന്തിനികേതനിൽ നിന്ന് പ്രിൻസിപ്പാലായിരുന്നു. അവിടുന്ന് സംഗീത് ഭവനിൽ നിന്നും റിട്ടയർ ആയതിനു ശേഷവും ഇപ്പോഴും ശാന്തിനികേതനിൽ ഇപ്പോഴും കുട്ടികളെ നൃത്തം അഭ്യസിപ്പിക്കുകയാണ്. എത്രയോ കുട്ടികൾ. ശങ്കരേട്ടൻ വെറുതെ ഒന്ന് ശാന്തിനികേതനിലൂടെ നടന്നാൽ മതി. നമുക്ക് ഓർമ്മിക്കുക, ഒരു പക്ഷേ കവിഗുരു നടന്നിരുന്ന സമയത്ത് എങ്ങനെയാണോ ജനങ്ങൾ അദ്ദേഹത്തെ വണങ്ങിയിരുന്നത്, അതുപോലെ തന്നെ ഇന്ന് മലയാളിയായ ഈ ഒരു കലാകാരൻ ശാന്തിനികേതൻ്റെ വഴികളിലൂടെ നടക്കുമ്പോൾ അവിടെയുള്ള വലിയവരും ചെറിയവരും ഈ ഗുരുവിനെ വന്ന് പ്രണമിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. മണിപ്പുരിയും കഥകളിയും മാത്രമുണ്ടായിരുന്ന വിശ്വഭാരതിയിൽ മോഹിനിയാട്ടം, ഭരതനാട്യം തുടങ്ങിയ തെന്നിന്ത്യൻ നാട്യരൂപങ്ങൾ പരിചയപ്പെടുത്തിയത് താനാണെങ്കിലും ഇക്കാലത്തെ പഠന രീതിയോട് ഗുരുവിന് വലിയ താല്പര്യമില്ല. ഒരു നടന സമ്പ്രദായത്തിൽ 5 കൊല്ലത്തെ പഠനത്തിന് ശേഷം മാസ്റ്റേഴ്സ് ഡിഗ്രി നേടിപ്പോകുന്ന ഒരു കുട്ടിക്ക് താൻ പഠിച്ചത് പഴയ കലാമണ്ഡലക്കാരനെ പോലെ അവതരിപ്പിക്കാൻ കഴിയില്ല എന്നതോ പോകട്ടെ, അത് നേരെ ചൊവ്വെ ആസ്വദിക്കാൻ പോലുമുള്ള പ്രാപ്തിയില്ല എന്ന് അദ്ദേഹം സങ്കടപ്പെടുന്നു. സിലബസ് സെമസ്റ്റർ കണക്കിന് ഭാഗിച്ചു പഠിച്ച് ജയിക്കുന്നവർ അവസാനത്തെ സെമസ്റ്റർ ആവുമ്പോഴേക്കും ആദ്യ സെമസ്റ്ററിൽ കണ്ടതും കേട്ടതുമായ പാഠഭാഗങ്ങളൊക്കെ മറന്നു പോകുന്നുവല്ലോ എന്ന് അദ്ദേഹം ഖേദിക്കുന്നു. ശിക്ഷണത്തിൽ നിന്ന് ശിക്ഷയും നിയമസഹായത്തോടെ പടി കടന്നതിനാൽ ഏത് കണിശക്കാരനായ അധ്യാപകൻ ഇക്കാര്യത്തിൽ നിസ്സഹായനാണ്. ബംഗാളിൽ നമ്മൾ വന്നു, ശാന്തിയത്തിൽ വന്നു. അവിടെ കുട്ടികളെ കഥകളി അഭ്യസിപ്പിക്കണം. ബംഗാളികളല്ലാത്തവരും വിദേശത്ത് നിന്നുള്ളവരൊക്കെ വരും. ഇവരെ നമ്മളെ കഥകളി പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ആദ്യം മുദ്ര ഒരു ഉദാഹരണത്തിന് നമ്മൾ മുദ്രകൾ കാണിക്കുക. ഇപ്പോൾ 24 മുദ്രകൾ ബേസിക്കായിട്ടുള്ള ഹസ്തപതാക മുദ്ര, അങ്ങനത്തെ മുദ്രകളുണ്ട്. അപ്പോൾ ചിലവരെങ്കിലും ചോദിക്കും, ഇത് മുദ്ര, ഇത് എന്താ മുദ്ര, ഇത് പതാകം, ഇത് മുദ്രാഖ്യം, പിന്നെ ഇത് കടകം, ഇത് മുഷ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇതെന്താ സാറേ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് ചോദിക്കും. ഇങ്ങനെ അർത്ഥം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും ഇതൊന്നും ആശാന്മാരെ നമ്മളെ പഠിപ്പിച്ചില്ല, നമ്മൾ ചോദിക്കാനും പാടില്ല. അതുകൊണ്ട് എന്താ അർത്ഥം നമ്മൾ ഒരു ആശാന ഒരു കുട്ടിയും ചോദിക്കില്ല, കേരളത്തിൽ ചോദിക്കില്ല. അപ്പോൾ പിന്നെ നമുക്കെന്താ ചെയ്യുന്നത്, നമ്മുടെ ഒരു ഇതൊന്ന് വരണം. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഒരർത്ഥമുണ്ട്, ബിക്ക് എന്താ അർത്ഥം, ബിക്ക് അർത്ഥമില്ലല്ലോ, സിക്കും ഇല്ല. ഇത് വേറെ ഇത് ചേർന്ന് കഴിഞ്ഞാൽ അർത്ഥം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ എ എന്ന് പറഞ്ഞാൽ ഒരർത്ഥമുണ്ട്. പക്ഷേ അപ്പോൾ പതാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പതാക വേണമെങ്കിലും ആക്കാം. ഇപ്പോൾ മുദ്രാഖ്യം എന്ന് പറഞ്ഞാൽ
അങ്ങനെ അർത്ഥം എന്ന് പറയാൻ പറ്റില്ല. ഇത് രണ്ടും കൂടി ചേർന്നാൽ ഇപ്പോൾ ഇത് ജ്ഞാനമുദ്രയാണ് എന്ന് പറയാം. അപ്പോൾ അതിനൊരർത്ഥമുണ്ട്. ഇപ്പോൾ കടകത്തിനുണ്ട്, മുഷ്ടിക്കുണ്ട്, കർത്തരി, അങ്ങനെ കുറച്ചതിനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ പറയുക, എന്നോട് ചോദിച്ച വഴിക്കൊന്നും ABCD എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അതിനൊന്നും കാര്യമായിട്ട് അർത്ഥമൊന്നുമില്ല. അത് മറ്റൊന്നോട് ഒരു വാക്കുണ്ടാക്കുമ്പോൾ അതിനോട് അർത്ഥം വരും. അപ്പോൾ നമ്മൾ ഈ പതാകം 2 കൈ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ ഇത് സൂര്യനാവും. അത് കഴിഞ്ഞ് ഇത് ഇങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ വീരഭാവത്തോട് അത് രാജാവാവും. അപ്പോൾ ഇതിങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് ഇത് ആനയാവും. ഇതിന് പതാകം വെച്ചുകൊണ്ട് ഇത് സിംഹാവും. അപ്പോൾ ഈ സിംഹത്തിന് അതിന് ആ ഭാവം നമ്മൾ കാണിച്ചു കൊടുക്കും. ബീഭത്സഭാവം, ആനയുടെ ആ ഗൗരവം, ആന മുഴുവൻ ശരീരം തിരിഞ്ഞുകൊണ്ട് അല്ല ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് നമ്മളങ്ങനെ പറഞ്ഞങ്ങനെ മനസ്സിലാക്കി കൊടുത്താൽ ഇതിൻ്റെയൊക്കെ അർത്ഥം. പിന്നെ അവിടെ ഒരു പദം പഠിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം, പിന്നെ ഏത് റോളാണ് ചെയ്യുന്നത് അതിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ പഠിപ്പിച്ചിട്ട് വേണം അവരെ അതൊന്ന് ശരിയായിക്കൊണ്ടുവരാൻ. പണ്ടുണ്ടായിരുന്ന ആ സ്റ്റാൻഡേർഡും അന്നുണ്ടായിരുന്ന ടീച്ചേഴ്സും അവരുടേതായ വീക്ഷണങ്ങളും പിന്നെ അവരുടേതായുള്ള കോൺട്രിബ്യൂഷനും കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം, അവർ വലുതാക്കണം എന്നുള്ള ആ മനസ്സിലൊക്കെ വളരെ മാറിയ മട്ടാണ് ഇപ്പോൾ. ഇവിടെയും ഇപ്പോൾ കേരളത്തിൽ കഥകളി പഠിപ്പിക്കും പോലെ ഇവിടെ പഠിപ്പിക്കുന്നില്ല. ആ രീതിയിൽ ഇവിടെ ഒരു കുറച്ച് ഒരു ആസ്വാദനം അതുതന്നെ വഹിക്കുമെന്ന് എനിക്ക് സമയം. ഇവിടെ ഇപ്പോൾ MA കഴിഞ്ഞ് പോയ ഒരു കുട്ടിക്ക് കഥകളി കണ്ട് രസിക്കാനുള്ള കൂടിയിട്ടുള്ള പഠനം ഇവിടെ നടക്കണില്ല. അതും പ്രത്യേകിച്ച് ആദ്യം പണ്ടൊക്കെ എല്ലാം 4 വർഷമുള്ള കോഴ്സുകളുണ്ടായിരുന്നു. ആ കോഴ്സുകളൊക്കെ മാറി ഇപ്പോൾ പിന്നെ ഉച്ചമാധ്യമം പാസ്സായി 12 ക്ലാസ് 11, 12 പാസ്സായി കഴിഞ്ഞാൽ 45%